ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വർഷം. രാവിലെ തന്നെ കുളിച്ച് ചന്ദനക്കറിയൊക്കെ വെച്ച് എങ്ങോട്ടാണെന്നല്ലേ എങ്ങോട്ട് പോകുന്നുണ്ട്. ഇന്ന് തെച്ചുമോളെ നക്ഷത്രമാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ തെച്ചുമോളെ കുളിപ്പിച്ച് സെറ്റാക്കി പുതിയ ഉടുപ്പെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഏട്ടന്മാരെ കുത്തി എണീപ്പിച്ചിട്ട് ഇതാ പുതിയ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അന്ന് ബർത്ത്ഡേൻ്റെ അന്ന് കിട്ടിയതാണ് കേട്ടോ. അതിലൊരു പാൻറ്റൊക്കെ എടുത്തിടുന്നുണ്ട്. രാവിലെ തന്നെ അമ്പലത്തിൽ പോകണമെന്നൊക്കെ വെച്ചതാണ്. മഴയായതുകൊണ്ട് പോയിട്ടില്ല. അച്ഛനെ പറഞ്ഞു വിട്ട് വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോവാണ്. ദച്ചുമ്മക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവൾ കഴിച്ചിട്ടുണ്ടായില്ല. ഇന്നത്തെ സ്പെഷ്യൽ എന്താ നിങ്ങൾ കണ്ടല്ലോ, തേങ്ങാപ്പാൽ നല്ല വെള്ളയപ്പമാണ്. ഏട്ടന്മാരുടെ കൂടെ ഇരുന്നിട്ട് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പൊതുവെ നിലത്താണ് ഇരിക്കാറ്. ഞാനും നിലത്തിരുന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഹോട്ടലിൽ പോയാൽ എന്താ ഇവൾ നിലത്തിരുന്നിട്ടാണോ കഴിക്കാമെന്ന്. അതുപോലെ അല്ലല്ലേ ഇത് വീട്ടിലുണ്ടാകുമ്പോൾ. പിന്നെ നമ്മൾ ഉച്ചത്തേക്കുള്ള ഫുഡിനുള്ള എല്ലാം തയ്യാറാക്കുകയാണ്. എന്താ വെച്ചാൽ വലിയ ഫുഡൊന്നുമില്ല, കുറച്ച് സാമ്പാർ, പിന്നെ ഉപ്പേരി, പപ്പടം, പുളി. അമ്മ ഓൾറെഡി പുളിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ സാധനം എനിക്ക് പണ്ട് ഇഷ്ടമല്ല, അതായത് പുളി. ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നതിന് ശേഷം അമ്മ ഉണ്ടാക്കി തരും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, പുറമേ കഴിക്കുന്ന പോലെ തന്നെ. പിന്നെ ഇരുന്ന് നമ്മൾ TV കാണുകയാണ് കേട്ടോ ഗൈസ്. അമ്മ അരിയുമ്പോൾ ക്യാരറ്റ് എടുത്ത് കഴിക്കുക കേട്ടോ. ക്യാരറ്റും കഴിച്ചുകൊണ്ട് TV ആണെന്ന്. പിന്നെ നമ്മൾ ബാക്കിയുള്ള അരിഞ്ഞു വെച്ച പച്ചക്കറിയെല്ലാം ഇട്ട് സാമ്പാറിലേക്കുള്ളത്. അതിനിടയ്ക്ക് ഞാൻ ഉപ്പേരി ഉണ്ടാക്കി, അതും അവിടെ ആയി വരുന്നുണ്ട്. അതിനിടയ്ക്കാണ് കണ്ണന് കേശ് പുറത്തേക്ക് പോയത്. അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും പോണത്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. രാവിലെ നല്ല മഴയാണ്, എല്ലായിടത്തും അതുതന്നെയാണ് അവസ്ഥ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇല വെട്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ദച്ചുവിൻ്റെ മുഖം നോക്കി ഉറക്കം വന്ന് നല്ലോണം സൈഡായിട്ടുണ്ട്. ഒന്ന് തോളിലിട്ട് ഇതാക്കിയാൽ നല്ലോണം അങ്ങോട്ട് ഉറക്കും. നമ്മളിപ്പോൾ പോണത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചീൻ്റെ അടുക്ക കേട്ടോ. അവിടെയാണ് നമ്മളെ ഇലയുള്ളത്. കണ്ടോ, ഇല വെട്ടാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യം കത്തി എടുത്തില്ല, പിന്നെയാണ് അമ്മ കൊണ്ടു തന്നത് കത്തി. പിന്നെ കത്തീനെ കൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് ഗൈസ്, പക്ഷേ വന്നില്ല. ഞാൻ പിന്നെ ഒരു ചാട്ടം ചാടി, കിട്ടിയില്ല. പിന്നെ ഞാൻ കണ്ണനെടുത്ത് പൊക്കി, അതും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കഷ്ടപ്പെട്ട് ചാടി, പിന്നെ കിട്ടി. മക്കൾക്ക് 3 ആൾക്കും മാത്രമാണ് കേട്ടോ ഇല വെട്ടണത്, നമുക്കൊന്നും വേണ്ട. അപ്പോൾ അതൊക്കെ വെട്ടി നേരെ വീട്ടിലെത്തി. പിന്നെ അതൊക്കെ അവിടെ വെച്ചിട്ട് ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കാൻ പോവാണ്. പായസം എന്ന് വെച്ചാൽ പാലടയാണ്. മിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനെ കൊണ്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടുത്തെ പണി വെച്ച് ഞാൻ എടുക്കുന്നത്. അങ്ങനെയല്ല ഗൈസ്, ഇത് വെറും ഷോക്ക് അല്ല. ഞാൻ പാത്രം കഴുകാറുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞതാ. വേറെ ആരും ഇല്ല കേട്ടോ, ഫുഡിനൊന്നും നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഏച്ചീൻ്റെ പായസം ഏച്ചി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എവിടെ ഇരിക്കുന്നത് നോക്കൂ, ഇതാ തട്ടിൻ്റെ. പിന്നെ ദച്ചു എൻ്റെ അടുക്ക് വന്നിട്ട് ഉറക്കം വന്നിട്ടാണ് വന്നത്. പിന്നെ ഞാൻ വിചാരിച്ച് വേഗം ഫുഡ് കൊടുത്തിട്ട് ഉറക്കാണെന്ന്. എന്നിട്ട് ഞാൻ വേഗം ദച്ചുവിൻ്റെ മുടി അങ്ങോട്ട് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇപ്പം അടങ്ങി നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഇതല്ല അവളങ്ങനെ അടങ്ങി നിൽക്കില്ല. നിങ്ങൾ വിചാരിക്കും നല്ല കുട്ടിയാണ്, മഹാപോക്കിരിയാണ് എൻ്റെ മോള്. പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളെന്തിനാ ഇങ്ങനെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് ചുമോളെ മുടിയെല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകണതാണ് കേട്ടോ. ഏട്ടന്മാരെയൊക്കെ വിളിച്ചിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഏട്ടന്മാർ ദച്ചുമോളൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നോട് മതി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 3 ആൾക്ക് ഞാൻ ചോറൊക്കെ വിളമ്പി കൊടുത്ത്. കണ്ണനും കേസും ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കഴിക്കുമെന്ന് വിചാരിക്കാം. ദച്ചുമോൾ പൊതുവെ ഇപ്പം ഫുഡ് കുറവാണ് കഴിക്കുന്നതൊക്കെ. ഇവരുള്ളതുകൊണ്ട് ഇവരുടെ കൂടെ ഇങ്ങനെ കുറച്ചൊക്കെ കഴിക്കും. അല്ലാതെ ഞാൻ കൊടുത്താൽ അങ്ങനെ കൂടുതൽ കഴിക്കത്തൊന്നുമില്ല. പിന്നെ ദച്ചുമോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ അറിയോ, ഇപ്പം ഞാൻ ഈ വെക്കുന്ന സാധനം. അതുണ്ടെങ്കിൽ അത് മാത്രമേ കഴിക്കത്തുള്ളൂ. കണ്ട നോക്കണത്, 2 ആൾക്കും ഇല്ലേന്നൊക്കെ നോക്കണത്. ഇപ്പം എടുത്ത് തിന്നു. പപ്പടം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. മുഖത്ത് എല്ലാവരെയും കാണിക്കുമോ കേട്ടോ, കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പം എല്ലാവർക്കും എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനി അവർ കഴിച്ചാൽ മാത്രം മതി. ഞാൻ വിചാരിച്ച പോലെ നല്ല കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് ദച്ചുമോള്. ഇനി ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചാൽ ഏട്ടന്മാർക്ക് ചോറ് വിളമ്പി കൊടുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു.
കുറച്ച് വിളമ്പിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവൾ സ്ഥിരം ഇപ്പം കാണുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസാണ്. അമ്മ അമ്മ എന്ന് പറയും. പിന്നെ ഞാനും ഏച്ചിയും അമ്മയൊക്കെ കഴിക്കാൻ വേണ്ടി പോവാം കേട്ടോ. അവരുടെ ഇലയിൽ തന്നെയാണ് നമ്മൾ കഴിക്കാൻ പോണത്. അവർ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ. ഈ ഇലയിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേകതര ടേസ്റ്റാണല്ലേ ഉണ്ടാവുക. അതെന്ത് ഫുഡായാലും ഭയങ്കര ടേസ്റ്റ്. കുറച്ച് ഐറ്റംസേ ഉള്ളെങ്കിൽ പോലും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഈ പൊടി സാമ്പാറാണ് ഇഷ്ടം. അപ്പോൾ അമ്മ കൂടുതൽ പൊടി സാമ്പാറാണ് ആക്കൽ. പൊടി സാമ്പാർ, ഉപ്പേരി, പപ്പടം, പുളി. അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.